പാഠം 672 ചില മൃഗക്ഷേമ ചിന്തകൾ. മോനേട്ടാ, എന്തൊക്കെയുണ്ട് പത്രത്തെ വിശേഷം? നിനക്ക് മലയാളം വായിക്കാൻ അറിയാലോ? അറിയാം. അപ്പൊ പിന്നെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ ഈ പത്രം വായിച്ചാൽ മതി. ഇത് മലയാളത്തിലാണ് അച്ചടിച്ചിരിക്കുന്നത്. ഓ, രാവിലെ തർക്കുത്തരം പറയാൻ പറ്റുന്ന ഒരവസരം കളഞ്ഞു വിളിക്കല്ലേ. ഗോവധം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രകടനം. കൊള്ളാം, അടിപൊളി. മോഹനേട്ടൻ അറിഞ്ഞില്ലല്ലോ. ഇന്നലെ ഏതോ ഒരു സംഘടന, അയ്യോ എന്റെ പേര് ഞാൻ മറന്നു, അതിന്റെ നേതാവ് ബാഹുലേൻ എന്നെ കാണാൻ വന്നു. ആവശ്യം എന്താണെന്നറിയാമോ? കാണാൻ വന്നത് നിന്നെ, ആവശ്യം പറഞ്ഞത് നിന്നോട്. അത് ഞാൻ എങ്ങനെ അറിയും? ഗോവധം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ. കേസെടുത്ത് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫീസാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നീ അത് പറഞ്ഞു? എന്നെ കൂടെ സൗകര്യമില്ലെന്ന് പറഞ്ഞു. മോഹനേട്ടാ, നമ്മുടെ നാട്ടിൽ നിലവില് ഒരുപാട് ശരിക്കുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നോക്കാൻ തന്നെ നേരമില്ലാണ്ടിരിക്കുമ്പോ ഇമ്മാതിരി പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക? അങ്ങനെ പറയരുത് ഭാമേ. ഗോവധം എത്രയോ സംസ്ഥാനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് ഇവിടെയും ചെയ്യേണ്ടതാണ്. ഈ മിണ്ടാപ്രാണികളൊക്കെ കൊല്ലുന്നത് ക്രൂരതയല്ലേ? പശു മാത്രമാണ് മിണ്ടാപ്രാണി. ആട്, കോഴി, പോത്ത്, എരുമ, പന്നി, മുയലുമെല്ലാം മിണ്ടുന്ന പ്രാണികളും. ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ മോനേട്ടാ. ഭാമേ, എന്ത് തട്ടിപ്പാണെന്നാണ് നീ പറഞ്ഞത്? ഗോവധം നിരോധിക്കണമെന്ന് പറയുന്നത് തട്ടിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്താ മനസ്സിലായില്ലേ? അതെന്തുകൊണ്ടാണ് തട്ടിപ്പാവുന്നത്? മോഹനേട്ടാ, മോഹനേട്ടൻ ഇന്നലെ ഉച്ചയ്ക്കും വൈകിട്ടും കോഴിയിറച്ചി കൂട്ടിയല്ലേ കഴിച്ചത്? അതെ. മിനിങ്ങാന്ന് മീൻകറി ഇല്ലായിരുന്നു. കോഴിയെ മീനിനെയൊക്കെ കൊന്നു തിന്നുന്നവർക്ക് പശുവിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് ഇത്ര സ്നേഹമെന്നാണ് ഞാൻ ചോദിച്ചത്. ഒന്നെങ്കിൽ സമ്പൂർണമായി മാംസാഹാരം ഉപേക്ഷിക്കണം, അത് നല്ലതാണ് ആരോഗ്യത്തിനും ആ ജീവികളുടെ പ്രാണനും. പക്ഷെ ചിലതിനെയൊക്കെ കൊന്നു തിന്നാം, ചിലതിനെയൊന്നും കൊല്ലാനേ പാടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? മറ്റു മൃഗങ്ങളെ പോലെ അല്ല പശു. ഗോമാതാവിനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തൊരു നാടാണ് നമ്മുടേത്. നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. കുറെ ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അവര് പശുവിനെ കൊല്ലുകയും തിന്നുകയും ഒന്നും വേണ്ട. ആരെങ്കിലും അതിന് അവരെ നിർബന്ധിക്കുന്നുണ്ടോ? പക്ഷെ പശുവിനെ ദൈവമായിട്ട് ആരാധിക്കാത്തവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. മോഹനേട്ടന്റെ വിശ്വാസം അനുസരിച്ച് മോഹനേട്ടൻ ജീവിക്കാം. പക്ഷെ ഞാനും അതുപോലെ തന്നെ ജീവിക്കണമെന്ന് വാശി പിടിക്കുന്നത് സാക്ഷാൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണ്. സത്യത്തിൽ പശുക്കളോട് എനിക്ക് സഹതാപമാണ്. പശു അതിന് കുഞ്ഞിനായി ചുരുത്തുന്ന പാലാണ് നമ്മൾ മോഷ്ടിച്ചു കുടിക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ അത് നടക്കുവോ? പശുവിനോടോ അതിന്റെ കിടാവിനോട് സ്നേഹം ഉണ്ടെങ്കിലേ ആദ്യം തന്നെ ഈ പാല് കെട്ടുപിടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം. അതാണ് വേണ്ടത്. ആഹാ, ഉത്തമനെത്തിയല്ലോ. ഇക്കാര്യത്തിൽ ഇനിയൊരു തർക്കം ഉണ്ടെങ്കിൽ ഉത്തമനോട് പറയും. ഉത്തമനാകുമ്പോ ഒരുപാട് സമയമുണ്ട്. അയ്യോ, നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. ഉത്തരം രാവിലെ? അല്ല സാറേ, നമ്മുടെ പത്രോസിന്റെ സ്ഥലമളക്കാൻ ഇന്ന് രാവിലെ ചെല്ലാൻ സാറ് നേരത്തെ പറഞ്ഞിരുന്നു. എപ്പോഴാണ് സാറിന് സമയം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇപ്പോ സമയം 8:30. ഓ, ഇന്നെന്തായാലും രാവിലെ സ്ഥലമളക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ വൈകുന്നേരമല്ലേ പറ്റൂ? ഓ സാറേ, അപ്പൊ വൈകുന്നേരം സമയം എപ്പോഴാന്ന് പറഞ്ഞിരുന്ന ഞാന് വൈകിട്ട് 5 മണിക്കാണല്ലോ ഞാൻ ഓഫീസിൽ നിന്ന് പുറപ്പെടും. അത് കഴിഞ്ഞല്ലേ പറ്റൂ? മതി മതി. അപ്പൊ വൈകിട്ട് 5 മണിക്ക് ശേഷം ഒന്ന് പറയാം. ആയിക്കോട്ടെ. ഓ ശരി സാറേ. ഓ നമസ്കാരം. നമസ്കാരം. ഉത്തമനിപ്പോ എങ്ങോട്ടാ? ഞാൻ നേരെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലോട്ട് പോവും. അവിടെ നിന്നൊരു ചായ കുടിക്കണം. പിന്നെ അവിടുന്ന് സുലൈമാനിക്കട തടി മില്ലിലോട്ടൊന്ന് പോണം. അല്ല, എനിക്കൊരു കിലോ ഇറച്ചി വാങ്ങണമായിരുന്നു. അത് ഉത്തമന് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതിനെന്താണ് വക്കീല്? വക്കീലൊരു വാക്ക് പറഞ്ഞാ പോരെ? ഇറച്ചി ഇവിടെ പറന്നിങ്ങനെ എത്തൂലേ? വിജയന്റെ ഇടയിൽ നിന്ന് വാങ്ങിച്ചാ പോരെ? അയ്യേ, അവിടെ കോഴിയിറച്ചി മാത്രമല്ലേ കിട്ടുള്ളൂ. എനിക്ക് വേണ്ടത് ബീഫാ. അയ്യോ, ബീഫാണെന്നുണ്ടെങ്കിൽ ജോണിക്കുട്ടിയുടെ കടയിൽ പോണം.
അത് കുഴപ്പമില്ല. എത്ര വില വേണം? ഓ, ഒരുപാടൊന്നും വേണ്ട, 1 കിലോ മതി. എനിക്ക് മാത്രം മതിയല്ലോ. അതെന്താണ് സാറ് കഴിക്കൂലേ? അയ്യോ, ഉത്തമൻ അറിഞ്ഞില്ലല്ലോ അല്ലേ? ആ, മോഹനടനെ ഇറച്ചി മീനൊക്കെ കഴിക്കണം നിർത്തി. ഈ ഹിംസ വലിയൊരു പാവമാണല്ലോ. ശുദ്ധഗാന്ധിയനായ മോഹനടൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ് ഈ ഇറച്ചി മീനും കഴിക്കുക എന്നുള്ളതായിരുന്നു. ഇന്നു മുതൽ മോഹനടൻ അതും അങ്ങ് നിർത്തിയാ? ഓ, ശരിയാണോ സാറേ? ഗോമാംസം കഴിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. ഓ, ഉത്തമൻ കഴിക്കാറുണ്ടോ ഗോമാംസം? ഓ, അല്ല എനിക്കിപ്പോ അങ്ങനെയൊന്നുമില്ല. എന്ത് കിട്ടിയാലും ഞാൻ കയറ്റും. അങ്ങനെ പാടില്ല ഉത്തമ. ഗോമാതാവിനെ കൊല്ലുന്നത് ശരിയല്ല. നല്ല സുന്ദരക്കുട്ടനായ ഒരു മുയലിനെയോ തുള്ളിച്ചാടി നടക്കുന്ന ഒരു പാവ ആടിനെയോ കൊല്ലുന്ന പോലെയാണോ ഒരു പശുവിനെ കൊല്ലുന്നത്? ഉത്തമ, എന്ത് കിട്ടിയാലും വയറു നിറയെ തിന്നണമെന്ന് മാത്രം ആഗ്രഹമുള്ള നിങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാവില്ല. പശുവിനെ കൊല്ലുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞെടുത്ത് ഇപ്പോഴും ഞാൻ ഉറച്ചിരിക്കുന്നു. അറിയാം. എന്താണ് പ്രശ്നം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ വില്ലേജ് ഓഫീസർ ചുമ്മാ ഒരു നമ്പർ ഞാൻ തിരിച്ചും, അതുള്ള കാര്യം. ശരി. തേക്കായിരുന്നേ? സമയം പോലും ആയിട്ടില്ലല്ലോ. മോഹനയുടെ പോകുന്നതിനൊക്കെ തേച്ചു കൂട്ടിയാ പോരെ. തൽക്കാലം പോയി പത്രം എടുത്ത് ബാക്കിയോട് വായിക്കൂ. പത്രത അടുക്കള തന്നെ ഇരിപ്പുണ്ട്. ആ മോനേട്ടാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. എന്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്നോ? നമ്മളെ ഒരു പശുവിനെ വാങ്ങിച്ചു എന്ന് കരുതുക. പശു നമുക്ക് പാല് തരും. ആ പാല് നമുക്ക് കുടിക്കാം. ബാക്കി വരുന്ന പാല് വിറ്റാൽ നല്ല പൈസയും കിട്ടും. ശരിയല്ലേ? ആ, വേറെ ഉണ്ടല്ലോ ഗുണങ്ങള്. പശു ധാരാളം ചാണകം തരും. ആ ചാണകം ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഒരു ഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കി ചാണകം ഉപയോഗിച്ച് അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഗ്യാസും ഉണ്ടാക്കാം. അതോടെ പുറത്തുനിന്ന് ഗ്യാസ് വാങ്ങാൻ ചെലവാകുന്ന പൈസ നമുക്ക് ലാഭിക്കാം. വളരെ ശരിയാണ്. പശുവിനെ വളർത്താൻ വളരെയധികം ലാഭകരമായ ഒരു ഏർപ്പാടാണ്. ലാഭം തീർന്നിട്ടില്ല. പശുവിനുണ്ടാകുന്ന കിടാവിനെ വളർത്തി വലുതാക്കി നമുക്കതിനെ അങ്ങ് വിൽക്കാം. നല്ല പൈസ കിട്ടില്ലേ? അത് ലാഭമല്ലേ? പക്ഷെ എന്നെ ശരിക്കുള്ള സംശയം ഇതൊന്നുമല്ല. അങ്ങനെ നമ്മൾ വളർത്തുന്ന പശുവിനെ കുറച്ച് കഴിയുമ്പോ വയസ്സാവും. അതിന് പ്രസവിക്കാനും പാല് തരാനുള്ള കഴിവൊക്കെ ഇല്ലാതാവും. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? യാതൊരു പ്രയോജനം ഉണ്ടാവാതെ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഗോമാതാവാണ് എന്ന് പറഞ്ഞ് കാലിത്തീറ്റ വാങ്ങിക്കൊടുത്ത് നമ്മൾ അതിനെ സംരക്ഷിക്കണം. അങ്ങനെ ഒരു വരുമാനവും ഇല്ലാത്ത പശുവിനെ എത്ര പേര് സംരക്ഷിക്കും? മോഹനേട്ടൻ പറഞ്ഞതുപോലെ ഗോവധ നിരോധിച്ചാൽ പിന്നെ ആ പശുവിനെ നമുക്ക് കൊല്ലാനും പറ്റില്ല. ചുരുക്കി പറഞ്ഞ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അഴിച്ച് നേരെ റോഡിലേക്ക് വിടുക. അവറ്റകൾ കിട്ടുന്ന എന്തെങ്കിലും തിന്ന് അടുത്തുള്ള പറമ്പിൽ കയറി വാഴയും കപ്പയും ഒക്കെ കടിച്ച് അങ്ങനെ അങ്ങ് നടക്കും. ഗോമാതാവ് എന്ന് ഭക്തിപൂർവ്വം പറയുന്ന എത്ര യോഗ്യന്മാര് ഇങ്ങനെ പ്രായമായ പശുക്കളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് മോഹനേട്ടൻ തന്നെ അന്വേഷിച്ചു നോക്കി. മോഹനേട്ടാ, പല വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ റോഡിൽ മനുഷ്യരെക്കാട്ടിലും കൂടുതലേ പശുക്കളാണുള്ളത്. മോഹനേട്ടൻ പറഞ്ഞ ആ സിദ്ധാന്തം ചുമന്നതിന്റെ ഫലമാണത്. പറയാൻ എല്ലാ കാര്യവും എളുപ്പമാ, പക്ഷേ പ്രയോഗത്തിൽ വരുത്താനാണ് പാട്. ആരോ വന്നിട്ടൊന്ന് പോയി നോക്കി. അപ്പോഴേക്ക് ഞാനിത് തേച്ചു വെച്ചോളാം. ഇഷ്ടപ്പെട്ടില്ല? നമസ്കാരം മോഹനേഷ. നമസ്കാരം. കനകാംബര സാറിന്റെ ഈ വഴി? ഞാൻ മോഹനേഷ എന്ന് കാണാമെന്നതാ. വരൂ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. വന്ന കാര്യം പറഞ്ഞ് പെട്ടെന്ന് പോവാം. ആ, കനകാംബര സാറിനെ പരിചയമുണ്ടോ നിനക്ക്? ഇല്ല. കനകാംബര സാറ് വലിയ പരിസ്ഥിതി പ്രവർത്തകനും മൃഗസ്നേഹിയൊക്കെയാണ്. പ്രകൃതിക്കും മൃഗങ്ങൾക്കും എതിരെയുള്ള ക്രൂരതകൾ തടയാൻ സാർ ഒരു സംഘടന ഉണ്ടാക്കി. വക്കീലിനെ അറിയായിരിക്കും. നാട്ടിലുള്ള ആനയെല്ലാം കാട്ടിക്കൊണ്ട് വിടണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി ഒരു കേസ് കൊടുത്തിരുന്നു. അതുടനെ വിധി പറയും. അല്ല, ഈ നാട്ടിലുള്ള ആനകളൊക്കെ കാട്ടിപ്പോട്ടുണ്ടെങ്കിൽ അതിന് ജീവിക്കാൻ പറ്റുമോ? ഈ നാട്ടിൽ ജീവിച്ചത് ശീലിച്ചു പോയില്ലേ? എങ്കിൽ ആനകളെല്ലാം സർക്കാർ ഏറ്റെടുക്കട്ടെ, അല്ലെ മൃഗശാല വളർത്തട്ടെ. മനുഷ്യരുടെ ധാരണ ഈ ലോകത്ത് അവര് മാത്രം മതിയെന്നാ. അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. മനുഷ്യനും മൃഗങ്ങളും മരങ്ങളും എല്ലാം ചേർന്നതാ നമ്മുടെ ആവാസ വ്യവസ്ഥ. ഒരു മൃഗത്തെയും കൊല്ലരുതെന്നാ ഞങ്ങൾ പറയുന്നത്. കനകാംബര സാറ് ഇപ്പൊ വന്നത് നന്നായി.
പശുക്കളെ കൊല്ലുന്നതിനെ പറ്റി ഞങ്ങൾ തമ്മിലൊരു തർക്കം നടക്കേ. പശുവിനെ കൊല്ലാൻ പാടില്ല, പശുവിനെ കൊല്ലാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, പശുവിനെ മാത്രമല്ല ഒരു മൃഗത്തെയും കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. നമ്മൾ മനുഷ്യർക്കുള്ളതുപോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം അവർക്കും ഉണ്ട്. ഈ കൊതുകിനെ കൊല്ലുന്നതിനെ പറ്റി എന്താ സാറിന്റെ അഭിപ്രായം? കൊതുകിനെ വിടും. ഞാനിപ്പോ വന്നത് പഞ്ചായത്തിലൊരു തീരുമാനത്തിനെതിരായ ഞങ്ങളുടെ നടപടികളുടെ ഭാഗമായിട്ടാ. എന്താണ് സാർ? തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ കൊല്ലാൻ നിയമമുണ്ടെന്ന് സർക്കാർ പറയുക. ഞങ്ങളത് സമ്മതിക്കില്ല. ഈ നായ്ക്കളെ മുഴുവൻ കൊന്നാൽ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ എന്താവും? അല്ല, ഈ നായ്ക്കളും മനുഷ്യരെ ഉപദ്രവിക്കുന്നില്ലേ, അതല്ലേ ഈ പ്രശ്നം? കാട്ടിന്നിറങ്ങിയ കടുവ മനുഷ്യനെ കടിച്ചു കയറി കൊല്ലുന്നില്ലേ? എന്നിട്ട് കടുവയെ കൊല്ലാൻ നിയമമുണ്ടോ? മതപിളകി ആന എത്രയോ പേരെ ചവിട്ടിക്കൊല്ലുന്നു. ആ ആനകളൊക്കെ കൊല്ലുകയാണോ? നായ്ക്കളും മൃഗങ്ങളാണ്, അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നായ്ക്കളെ കൊല്ലാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഭീമ ഹർജിയാണ് സാറേ ഇത്. ഈ പഞ്ചായത്തിൽ നിന്ന് 10,000 പേരുടെ ഒപ്പ് വാങ്ങാനാ പരിപാടി. അതിന്റെ തുടക്കം മോഹനേഷ് സാറിൽ നിന്ന് തന്നെ ആകട്ടെ എന്ന് കരുതി. അത് നന്നായി. മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന് മൃഗങ്ങളെക്കാൾ മോശമായ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ഒരു ഹർജി നല്ലതാണ്. ഞാൻ ഒപ്പിട്ട് തരാം സാർ. ഈ തെരുവ് നായ്ക്കളെ പിന്നെ എന്താ സാർ ചെയ്യേണ്ടത്? അത് സർക്കാർ തീരുമാനിക്കട്ടെ. എന്തായാലും കൊല്ലാൻ പറ്റില്ല. കാരണം ഓരോ ജീവനും അമൂല്യമാണ്. അത് മനുഷ്യന്റേതായാലും നായുടേതായാലും. ഞാൻ അങ്ങോട്ട്. എവിടെയാണ് സാർ ഒപ്പിടേണ്ടത്? ഇവിടെ ഹലോ, അതെ സത്യഭാമയാണ്. ബാഹുലേൻ ചേട്ടാ, ഇന്നലെ ഞാൻ പറഞ്ഞതാണ് ഈ കേസ് ബാധിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. മനുഷ്യരുടെ കേസ് ബാധിക്കാൻ എനിക്ക് സമയമില്ലാണ്ടിരിക്കുക. അപ്പോഴാണ് ഇനി പശുവിന്റെ കേസ് ബാധിക്കാൻ പോണത്. ഞാനില്ല. ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള വക്കീലുമാരുണ്ടായിരിക്കും, അവരോട് സംസാരിച്ചാൽ നല്ലത്. ശരി. ആ, എന്തായി? ഒപ്പിട്ടോ? എന്താ സംശയം? ഒരു നല്ല ലക്ഷ്യം വെച്ച് ഒരു ഭീമഹർജി ഒരാൾ കൊണ്ടുവരുമ്പോൾ ഒപ്പിടാതിരിക്കാൻ പറ്റുമോ? ഒപ്പിട്ടു. ചുരുക്കി പറഞ്ഞാൽ നാട്ടിലെ മൃഗസ്നേഹികളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയായി കെ മോഹനകൃഷ്ണൻ സാർ. മൃഗങ്ങൾക്കും ജീവിക്കാൻ അവകാശമില്ലേ എന്ന് തന്നെയാണ് പണ്ട് മുതലേ ഞാൻ പറയാറുള്ളത്. മൃഗങ്ങൾ ജീവിക്കേണ്ടതാരാ പറഞ്ഞത്? പക്ഷേ മൃഗങ്ങളെ സംരക്ഷിച്ച് ഒടുവിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടാവും. ഇപ്പൊ തന്നെ റോഡ് മുഴുവൻ നായ്ക്കളാണ്. അവറ്റകൾ ഉണ്ടാക്കുന്ന ശല്യം ഏതൊക്കെ തരത്തിലാണെന്ന് മോഹനയുടെ വല്ല അറിയണ്ടോ? റേഷൻ കട നടത്തുന്ന രാജന്റെ മോള്, ആ കുട്ടിക്ക് 8 വയസ്സേ ഉള്ളൂ. റോഡിൽ നിന്ന് നായ ഓടിച്ചിട്ട് കടിച്ചു. നാട്ടുകാർ ഓടിക്കൂടിയതുകൊണ്ട് മാത്രം ആ കൊച്ചിന്റെ ജീവൻ രക്ഷപ്പെട്ടത്. കയ്യിലും കഴുത്തിലും കടി കൊണ്ട് 6 ദിവസമാണ് അവൾ ആശുപത്രി കിടന്നത്. റോഡിലൂടെ സാധനങ്ങൾ വാങ്ങിപ്പോകുന്നവരുടെ കയ്യിൽ നിന്ന് പൊതികൾ കടിച്ചു പറിച്ച് ഓടുന്ന വണ്ടികളും ഉണ്ട്. കുറ്റം പറയാൻ പറ്റില്ല, അവറ്റകൾക്ക് വിശപ്പുണ്ടല്ലോ. വിശക്കുമ്പോ ഔചിത്യത്തോടെ പെരുമാറാൻ നായ്ക്കള് മനുഷ്യരല്ലോ. അതുകൊണ്ട് എല്ലാ പട്ടികളെയും പിടിച്ച് കൊല്ലണമെന്നാണ് നീ പറയുന്നത്? വേണ്ട, സർക്കാർ ചെലവിൽ ഒരു വലിയ വീടെടുത്തു കൊടുത്ത് അവിടെ താമസിപ്പിക്കാം. എന്നിട്ട് അവയ്ക്കുള്ള ഭക്ഷണം കൃത്യമായി അവിടെ എത്തിച്ചു കൊടുക്കണം. അപ്പൊ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മോഹനട്ടാ, കനകാംബര സാറ് പറഞ്ഞതുപോലെ ആവാസ വ്യവസ്ഥയുടെ കാര്യം പറഞ്ഞ് വെറുതെ ആളെ പറ്റിക്കാൻ നോക്കല്ലേ. പട്ടികളുടെ എണ്ണം കൂടുന്നതും ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷമാണ്. പക്ഷേ മനുഷ്യന്റെ സൗകര്യത്തെ കരുതി മൃഗങ്ങളെ കൊല്ലുന്നത് ശരിയല്ല ഭാമേ. കനകാംബര സാർ പറഞ്ഞതുപോലെ മൃഗങ്ങളുടെ ജീവനും വിലയുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ കോടിക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചിട്ടും അത് കിട്ടാതെ മരിക്കുന്ന ഒരു ലോകത്ത് പട്ടികൾക്ക് വേണ്ടി ഈ മുദ്രാവാക്യം വിളിക്കുന്നതിൽ എന്തുമാത്രം സത്യസന്ധതയുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ കൊള്ളാം. മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ മനുഷ്യരുണ്ട്, സംഘടനയുണ്ട്, സർക്കാരുണ്ട്. പക്ഷേ മൃഗങ്ങളുടെ കാര്യം നോക്കാൻ അവർക്കാർക്കും താല്പര്യമില്ല. കനകാംബരൻ സാറിനുള്ള മൃഗസ്നേഹികൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരൊറ്റ മൃഗം പോലും കാണില്ലായിരുന്നു. എന്റെ മോഹനേട്ടാ, ഇതൊക്കെ എന്തൊരു ന്യായമാണ്? ഇപ്പൊ ചിലര് പറയുകയും കാണിക്കുകയും ചെയ്യുന്ന ഈ പട്ടി സ്നേഹവേ ശുദ്ധ തട്ടിപ്പാണ്. ഇവർക്ക് നായ്ക്കളോടോ മറ്റു മൃഗങ്ങളോടോ ഒരു സ്നേഹവും ഇല്ല.
ആളാവാൻ കിട്ടുന്ന ഒരു വഴി അവർ ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളു കാര്യം. മോനട്ടാ, മോഹനണ്ട് ഇത്രക്കാരോട് കൂടുമൊന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. കാരണം ഈ പട്ടി സ്നേഹം പറയുന്നവര് കാറിൽ മാത്രം യാത്ര ചെയ്യുന്ന ആളുകളാ. ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലെ അവര് കാറിൽ നിന്ന് ഇറങ്ങുള്ളൂ. അതുകൊണ്ട് അവരെ പട്ടി കടിക്കൂല. സ്വന്തമായി വണ്ടിയില്ലാത്ത നടന്നു മാത്രം പോകുന്ന ആളുകളാണ് ഈ പട്ടിയുടെ മുന്നിൽ പെടുന്നത്. പറഞ്ഞു വരുമ്പോ എന്റെ മോഹനേട്ടൻ ഒരു കാൽനടക്കാരനാണ്. ദിവസവും 2.5 കിലോമീറ്റർ അങ്ങോട്ടും 2.5 കിലോമീറ്റർ ഇങ്ങോട്ടും ഒരൊറ്റ നടപ്പല്ലേ. വഴിയിലാണെങ്കിൽ നിറയെ പട്ടികളും ഉണ്ട്. ഏതെങ്കിലും ഒരു പട്ടിയുടെ മുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പട്ടിക്ക് അറിഞ്ഞൂടാ മോഹനേട്ടൻ ഉത്തരവാദിത്വ ബോധമുള്ള സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസറാണ് എന്ന്. എന്റെ അടുത്ത് ഭാവേ എന്ന് വിളിക്കുന്നത് പോലെ അവറ്റകളെടുത്ത് പട്ടി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവറ്റകൾ മൈൻഡ് ചെയ്യൂല. ഇപ്പൊ നീ പറഞ്ഞത് വിവരക്കേട്. ഞാൻ എത്ര കാലമായി വലിയ ഓഫീസിലേക്കും തിരിച്ചും നടന്നു വരുന്നു. ഞാൻ പോകുന്ന വഴിയിൽ ധാരാളം പട്ടികളെ കാണാറുമുണ്ട്. ഇന്നതുവരെ ഒരു പട്ടിയും എന്നെ കടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എന്റെ നേരെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പോലുമില്ല. നായ്ക്കൾക്ക് മനുഷ്യരെ കണ്ടാൽ അതാരാണ്, ഏത് സ്വഭാവക്കാരാണ് എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ നമ്മൾ നായ്ക്കളെ വീട്ടുകാവലേൽപ്പിക്കുന്നത്. മനുഷ്യനോട് ഇത്രയേറെ സ്നേഹവും നന്ദിയും കാണിക്കുന്ന വേറെ ഏതെങ്കിലും ജീവിയുണ്ടോ? നമ്മൾ അവറ്റകളെ സ്നേഹിച്ചാൽ അവ തിരിച്ചും സ്നേഹിക്കും. ഇതെല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങളാണ് മോനെ. നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നായ്ക്കളെ സംരക്ഷിക്കാനുള്ള കനകാംബര സാറിന്റെ എല്ലാ പരിപാടികളിലും ചേരാൻ മോഹനേഷ് സാർ തീരുമാനിച്ചു. വേണ്ടി വന്നാൽ മൈക്ക് കെട്ടിവെച്ച് നായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്ന് കവലിൽ നിന്ന് പ്രസംഗിക്കും ഞാൻ. വില്ലേജ് ഓഫീസർ മോഹനേഷ് സാർ കൂടി അങ്ങനെ ഒന്ന് പ്രസംഗിക്കുന്നത് കണ്ടാൽ ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നത്. കള്ളന്മാരുടെയും കൊലപാതകികളുടെയും കേസ് വാദിക്കുന്ന ഒരു സാധാ വക്കോലിനേക്കാളും വലിയ ആള് തന്നെയാണ് മോഹനേഷ് സാർ. പട്ടികളെ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന ഒരു വില്ലേജ് ഓഫീസർ കൊള്ളാം. മൃഗങ്ങളുടെ കാര്യത്തിൽ ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ വില്ലേജ് ഓഫീസർ ആവാൻ പോകണ്ട മൃഗ ഡോക്ടർ ആവാൻ പോകത്ത് എന്തായിരുന്നു മോനോട്ടാ? അല്ല, അങ്ങനെയായിരുന്നു ഈ പട്ടികളെ മാത്രമല്ല പൂച്ച, കോഴി, പോത്ത് മുതലായ എല്ലാത്തിനും നമുക്ക് സ്നേഹിക്കായിരുന്നു. ഒരു കഴുതയെ ഞാനിപ്പോ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ കഴുതയുടെ കുഴപ്പം അതിന് നന്ദിയില്ല എന്നുള്ളതാണ്. നായ്ക്കൾക്കാവുമ്പോ അതുണ്ട്. അയ്യോ 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 എന്റെ സാറേ, അയ്യോ എന്റെ പൊന്നു മോനേഷ, ഞാൻ ആ വളവ് തിരിഞ്ഞതും 2 പട്ടികൾ അവിടെ നിൽക്കുന്നു. എന്റെ നേരെ അവര് സൂക്ഷിച്ചൊന്ന് നോക്കി. ആ നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് അപകടം തോന്നിയതാ. അതുകൊണ്ട് ആർക്കും ഒരു ശല്യം ചെയ്യാതെ ഞാൻ ആ സൈഡിലൂടെ അങ്ങ് പോവാൻ നോക്കി. അപ്പൊ ഒരു പ്രകോപനവും ഇല്ലാതെ ഒരു പട്ടി എന്റെ നേർക്കൊരു ചാട്ടം. ഒരു വിധത്തിൽ ഞാൻ ഒഴിഞ്ഞു മാറി ഓടി. പട്ടികൾ പുറകെ. കുഴപ്പാവും തോന്നിയപ്പോ ഞാൻ കുനിഞ്ഞൊരു കല്ലെടുത്തു. എന്റെ മോനേഷ, പണ്ടൊക്കെ നമ്മളൊന്ന് കുനിഞ്ഞ പട്ടികൾ ഓടുമായിരുന്നു. ഇതങ്ങനെയല്ല. മഹാ അഹങ്കാരികള് അവരെന്റെ നേരെ വന്നു. ഞാൻ ഓടി. എന്നിട്ട് സുലൈമാന്റെ തടിമിലിന്റെ വളവ് തിരിഞ്ഞതും മുമ്പിൽ ഒരു 4-5 പട്ടികൾ. തിരിഞ്ഞു നോക്കിയപ്പോ പുറകെ 2 എണ്ണം. ഞാൻ അവിടെ നിന്ന് ആദ്യം അവരോട് പറഞ്ഞു, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഭീമഗർജി ഒപ്പിടാൻ ഇറങ്ങി എന്നോട് ഈ കാണിക്കുന്നത് മര്യാദയല്ലെന്ന്. പക്ഷെ പട്ടിയേക്ക് വല്ല വിവരമുണ്ടോ? എന്റെ നേരെ ഒരു ചാട്ടം. എന്റെ ഈ കോലം കണ്ടോ മോനേഷ? 600 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ രൂപയാ ഈ പരുവാക്കി. ദേഹം മുഴുവൻ മുറിവ. എന്നാൽ ഈ പട്ടികളെയൊക്കെ ആരാ ഇങ്ങനെ റോഡിലേക്ക് ഇറക്കി വിടുന്നത്? അവനെയൊക്കെയാ തല്ലേണ്ടത്. ആരും ഇറക്കി വിടുന്ന അല്ലല്ലോ കനകാംബര സാറേ. സർവതന്ത്ര സ്വതന്ത്രമായി തെരുവിൽ ജീവിക്കുന്ന പട്ടികള് പെറ്റുപെരുകും. അവയെല്ലാം തെരുവിൽ തന്നെ കാണുകയും ചെയ്യും. അവയെ എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. മനുഷ്യനെ ഉപദ്രവിക്കുന്നതിനെ കൊല്ലുകയില്ലാതെ പിന്നെ വേറെന്തോ ഒരു വഴി. പക്ഷെ നിങ്ങളെപ്പോലെ കുറെ പേര് അത് സമ്മതിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെയും ആളാവണം. ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ട്. അതിലൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ അവയെ പറ്റി അറിഞ്ഞൂടാ. അപ്പൊ നിങ്ങൾ പട്ടിയുടെ പക്ഷം പിടിക്കും. ഇവറ്റകൾ ഇത്രയും മര്യാദയില്ലാത്തവരാന്ന് ഞാൻ അറിഞ്ഞില്ല. എല്ലാത്തിനെയും കൊല്ലണം. കണ്ടോ കനകാംബര സാറിന് കിട്ടേണ്ടത് കിട്ടിയപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായി.
എത്ര കൊച്ചുകുട്ടികളെ പട്ടികൾ ഇങ്ങനെ ആക്രമിച്ചിട്ടുണ്ട്. ആ കുട്ടികളുടെ അച്ഛനമ്മമാര് നായ്ക്കളെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ എതിർത്തു. ഭീമാർജി, എന്റെ പട്ടി ഇറങ്ങും ഇനി പട്ടികൾക്ക് വേണ്ടി. സത്യത്തിൽ പട്ടികൾക്ക് വേണ്ടി പട്ടികളല്ലോ ഇറങ്ങുന്നത്. ഏതാണ്ട് ആ സ്വഭാവമുള്ള മനുഷ്യരല്ലേ. അല്ല സാർ, ഈ പട്ടികളെയൊക്കെ കൊന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ആവാസ വ്യവസ്ഥ മണ്ണം കെട്ട. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയ പിന്നെ എന്താ ആവാസ വ്യവസ്ഥ? പക്ഷെ പട്ടികളുടെ ജീവന് അമൂല്യമല്ലേ. എന്റെ വക്കീലെ, എനിക്കൊരു അബദ്ധം പറ്റി. ഇനി അതും പറഞ്ഞെന്നെ കളിയാക്കല്ലേ. സാറേ, ഇനിയിപ്പൊ ഞാൻ എങ്ങനെ വീട്ടിൽ പോവും? ആ നായ്ക്കള് വഴിയുണ്ടെങ്കിൽ എന്റെ പൊടി പോലും ബാക്കി കിട്ടത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഓട്ടോ വിളിക്കാം. അതിപ്പോ ഇവന് പ്രശ്നമില്ലല്ലോ. വണ്ടി വന്നിട്ട് പോവാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അയ്യോ, ആ പെട്ടെന്ന് പറഞ്ഞു വിടണേ. ശരി. എന്ത് പറ്റി മോനട്ടാ? നേരത്തെ ഉണ്ടായിരുന്ന ശൗര്യമൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ. നായ്ക്കൾ നന്ദിയുള്ളവരാണ്. മനുഷ്യരെ കാണുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവം അതിന് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെയല്ലേ നേരത്തെ പറഞ്ഞത്? പട്ടികൾക്ക് വേണ്ടി ഭീമഗർജിയും കൊണ്ട് ഇറങ്ങിയ കനകാംബര സാറിനോട് അവറ്റകൾ നന്ദി കാണിച്ചാണോ നമ്മളിപ്പോ കണ്ടത്? ചില നായ്ക്കൾ അങ്ങനെ അനുബന്ധം ചെയ്യാൻ പറ്റും. മോഹനേട്ടൻ വില്ലേ ഓഫീസിലേക്ക് പോകുന്ന വഴി സാധാരണ കാണുന്ന നായ്ക്കളും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടു പോവില്ലേ? മോഹനേട്ടാ, മൃഗങ്ങളെ സ്നേഹിക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതുപോലുള്ള നായ സ്നേഹം കൊണ്ട് ഇറങ്ങുന്നവരല്ല ലക്ഷ്യം വെക്കുന്നത് ആ പേരിൽ കിട്ടുന്ന പ്രശസ്തിയാണ്, അല്ലെ? അതില് മോഹനേട്ടനെ പോലുള്ളവരിങ്ങനെ വീണു പോകുന്നതാണ് കഷ്ടം. ഇല്ലില്ല. കനകാംബര സാറിന് കിട്ടാനുള്ളത് കിട്ടിയപ്പോ മോഹനേട്ടൻ പഠിക്കാനുള്ളത് പഠിച്ചു. എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. മറ്റ് മൃഗങ്ങൾക്കുള്ളതുപോലെ മനുഷ്യർക്കുമുണ്ടെന്ന കാര്യം മറക്കുകയും ചെയ്യരുത്. തെരുവ് നായ്ക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാന്മാരെയും മഹതികളെയും പട്ടി കടിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യാനുസാരം തുടരുന്നു.